ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് തടയാതെ കോടതി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ നാളെയും വാദം തുടരും. ബലാത്സംഗത്തിനും ഗർഭഛിദ്രത്തിനും രാഹുലിനെതിരെ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ തനിക്കെതിരായ പരാതി വ്യാജമെന്നും CPIM BJP ഗൂഢാലോചനയാണെന്നുമാണ് രാഹുലിന്റെ വാദം. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്തും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനീഷ്, അടച്ചിട്ട കോടതി മുറിയിലാണ് വാദപ്രതിവാദങ്ങളൊക്കെ നടന്നത്. പക്ഷേ വാദം പൂർത്തിയായിട്ടില്ല, നാളെയും തുടരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് അത് കോടതി തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അടച്ചിട്ട മുറിയിൽ തന്നെയാണ് വാദം നടന്നതെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇരുഭാഗങ്ങളും കോടതിക്ക് മുൻപാകെ പറഞ്ഞത്? അനിതര സാധാരണമായ സംഭവങ്ങളായിരുന്നു ഇന്ന് വഞ്ചിയൂർ സെഷൻസ് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കൂട്ടരും അവരുടെ വാദങ്ങൾ അവിടെ കോടതിയിൽ സമർത്ഥിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിക്ക് സാവകാശം വേണ്ടത് ഈ രേഖകൾ പരിശോധിക്കാനും നാളെ ഇവരുടെ രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ കേൾക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമായും രണ്ട് കൂട്ടരും നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ രേഖകൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഗർഭചിത്രം നടത്തിയിട്ടില്ല, അതിന് പ്രേരിപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി തന്നെയാണ് തന്റെ സുഹൃത്തിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ച് ഈ ഗർഭചിത്രത്തിനുള്ള മാർഗങ്ങൾ തേടിയതടക്കമുള്ള തെളിവുകൾ. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുമായിട്ട് നേരത്തെ ഈ പെൺകുട്ടി പുറത്തുവിട്ട ശബ്ദ സന്ദേശം അല്ലാതെ, വാട്സ്ആപ്പ് ചാറ്റ് അല്ലാതെ, ദൃശ്യങ്ങളല്ലാതെ മറ്റു ചില രേഖകൾ തന്റെ പക്കലുണ്ട് എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി അത്തരം കാര്യങ്ങൾ കോടതിയിൽ നൽകിയിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നൽകിയ അല്ലെങ്കിൽ രാഹുൽ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ കൂടി പരിശോധിക്കാനുള്ള, അല്ലെങ്കിൽ അത് പരിശോധിച്ചാൽ തന്നെ അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്കോ മറ്റോ നൽകണമോ എന്നുള്ള കാര്യത്തിലടക്കം കോടതിക്ക് തീരുമാനമെടുക്കേണ്ടി വരും. ഒപ്പം ഇതിൽ പ്രോസിക്യൂഷനും ഡിജിറ്റൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള രഹസ്യമൊഴിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രാഥമികമായി കോടതി കണ്ടു എങ്കിൽ കൂടി അതിന്റെ ആധികാരികതയോടെ തന്നെ അതിനെ മനസ്സിലാക്കുക, അത്തരം കാര്യങ്ങളിലെ കോടതിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കുറച്ചുകൂടി സാവകാശം വേണം. ഇത്തരം ഡിജിറ്റൽ സാങ്കേതികപരമായി സങ്കീർണത കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് തന്നെ കോടതിക്ക് അതിന് സാവകാശം വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കോടതിയുടെ സാവകാശം നാളെയോ മറ്റന്നാളോ, അല്ലെങ്കിൽ നാളെ ഈ അന്തിമ വാദം കേട്ട ശേഷം ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അന്തിമമായ വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകും. അതുവരെയും അന്വേഷണ സംഘത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാം, അറസ്റ്റ് ചെയ്യാമെന്ന അവസരമുണ്ട്. ഇന്ന് പ്രോസിക്യൂട്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ചില കാര്യങ്ങൾ പറഞ്ഞത്, അതായത് കോടതി തീരുമാനം വരെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമോ? പക്ഷേ സാങ്കേതികമായി തന്നെ നിയമപരമായി തന്നെ അത്തരം കാര്യങ്ങൾക്ക് പ്രോസിക്യൂട്ടർക്കോ ഇടപെടാൻ സാധിക്കില്ല. കോടതിയുടെ തീരുമാനം വരികയാണ്. കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഉറപ്പായും, അല്ലെങ്കിൽ ജാമ്യം നൽകുകയാണെങ്കിൽ ഉറപ്പായും അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അല്ലാതെ പ്രോസിക്യൂട്ടർക്ക് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നുള്ള കാര്യം പ്രോസിക്യൂട്ടറും കോടതിയെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തെയും അറിയിച്ചു. നാളെ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്ന ഏറ്റവും ഈ ജാമ്യം നൽകണമെന്ന കാര്യത്തിൽ അവസാനമായി ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രസക്തം. നിലവിൽ 3/4 മണിക്കൂറോളം സമയമാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള ശാസ്തമംഗലം അജിത് അവിടെ വാദഗതികൾ ഉയർത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ പറയുന്നത് സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള പ്രതി നിലവിൽ 7 ദിവസമായി ഒളിവിലാണ്. ഇയാളുടെ സുഹൃത്തുക്കളടക്കം പല രീതിയിൽ തെളിവ് നശിപ്പിക്കാൻ നടക്കുന്നുണ്ട്. അങ്ങനെ തെളിവ് നശിപ്പിക്കൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജാമ്യം നൽകിയാൽ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ അത് ബാധിക്കും. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടി കോടതി ഒരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ട് കൂട്ടരും അവരുടെ വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചു. ഇനി കോടതിയാണ് ഈ ഡിജിറ്റൽ രേഖകളിൽ, ഒപ്പം തന്നെ ഈ മെഡിക്കൽ രേഖകൾ, പെൺകുട്ടി ഗർഭചിത്രം നടത്തി അല്ലെങ്കിൽ ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ആശുപത്രിയിൽ ഡോക്ടർമാരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ രഹസ്യ മൊഴിയടക്കം കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കി ഉച്ചയ്ക്ക് ശേഷം ഒന്നെങ്കിൽ നാളെ അന്തിമമായ വിധി ഇക്കാര്യത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നാളെ കോടതി വ്യക്തത വരുത്തും. പ്രജിൻ, മനീഷ്, ഇന്നിപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ വന്നപ്പോൾ ഈ പ്രതിഭാഗം നിരത്തിയ വാദങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഗർഭചിത്രത്തിന് തെളിവുണ്ട് എന്ന് കൃത്യമായി വാദിഭാഗം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ അത് പകർത്തി, അത് കാട്ടി ഭീഷണിപ്പെടുത്തി, സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. ഈ മാത്രമല്ല തെളിവുകൾ സഹിതം ഒരുപക്ഷെ ഈ പറയുന്ന ചാറ്റുകൾ, ഒപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സംഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ
നൽകാൻ ഈ വാദിഭാഗത്തിന് കഴിയുകയും ചെയ്യും. ഇതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇതിനെ ഖണ്ഡിക്കാൻ എന്ത് രീതിയിലാണ്, എന്താണ് പ്രതിഭാഗത്തിന്റെ കോൺഫിഡൻസ്? അത് മാത്രമല്ല, ഇത് സാധാരണ കേസല്ല, അത് ലൈംഗിക പീഡന പരാതിയാണ്. അത് മാത്രമല്ല, കൃത്യമായി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ. ആ മൊഴിക്കൊക്കെ തന്നെ ഒരുപാട് സ്ട്രോങ് അതിന്റെ കാമ്പ്, അതിന്റെ കാര്യങ്ങൾ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുന്നതുമാണ്. അപ്പോഴും എന്താണ് പ്രതിഭാഗത്തിനുള്ള കോൺഫിഡൻസ് ഈ വിഷയത്തിൽ? പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗർഭചിത്രം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള 5 കേസുകളിൽ 1 ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗുളിക അടക്കം നൽകിയിട്ടില്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഇതിനായിട്ടാണ് ഡിജിറ്റൽ രേഖകൾ, ഇവർ തമ്മിലുള്ള ചാറ്റും ഒപ്പം തന്നെ സുഹൃത്തുമായി നടത്തിയിട്ടുള്ള ചാറ്റിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമയത്ത്, ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്ന സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു, ഭർത്താവിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി ഇത്രയും നാളത് മറച്ചു വെച്ചു? പക്ഷേ ഒരു ക്രൈം കേസിന് അത് പരാതിപ്പെടുന്നതിന്റെ കാലാവധി സംബന്ധിച്ച് കോടതിയിൽ അതിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ കോടതിയിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രതിഭാഗത്തിന് എത്ര നാൾ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഭാഗത്തിന്റെ വീഴ്ച, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ അത്ര പരിമിതികൾ പുറത്തു വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗത്തിന് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും ഈ കോടതിയോട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായും തെളിവുകളില്ലാതെ വാദങ്ങൾ മാത്രം ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിൽ വിലയും നിലയുമുള്ള നേതാവാണ്. രാഷ്ട്രീയമായ കളിയാണിത്, രാഷ്ട്രീയമായ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നടക്കമുള്ള വാദഗതികൾ ഉയർത്തുമ്പോഴും തെളിവുകൾ വളരെ പരിമിതമായിട്ടുള്ള തെളിവുകൾ മാത്രമാണ് പ്രതിഭാഗം ഇന്ന് ഉന്നയിച്ചതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഇവിടെ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ള സൂചനകളാണ്. കാരണം മെഡിക്കൽ രേഖകൾ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ്. പെൺകുട്ടിയെ കൂടാതെ പെൺകുട്ടി അന്ന് പരിചരിച്ചിരുന്ന, പെൺകുട്ടിയെ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടർമാരടക്കമുള്ളവരുടെ മൊഴികൾ ഏറ്റവും നിർണായകമാണ്. പെൺകുട്ടി ഗർഭചിത്രത്തിന് വേണ്ടി ഗുളിക കഴിച്ചുവെന്നും അതിനുശേഷം ആശുപത്രിയിൽ താമസിച്ചുവെന്നും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നുണ്ടെന്നടക്കമുള്ള വാദങ്ങൾ കോടതിയിൽ നിരത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാനുള്ള സാധ്യതയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധപ്പെട്ട നിലവിൽ നൽകിയിട്ടുള്ള, ഇന്നും രാഹുൽ മാങ്കൂട്ടം ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. ആ രേഖകളിൽ തനിക്കെതിരെ, അതായത് താനും ഈ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെയും ഒപ്പം തന്നെ ചാറ്റുകളുടെയും കുറെ കൂടി ദീർഘമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി നൽകിയിരുന്നു. അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം തനിക്കെതിരെ ഈ പെൺകുട്ടി പുറത്തുവിട്ടതാണ്. ആ ചാറ്റും ആ ശബ്ദ സന്ദേശവും മാത്രമല്ലുള്ളത്. അതിനുശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.